الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل وسلم وبارك وأنعم على نبينا وحبيبنا وسيدنا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവാണ് എൻ്റെ സൃഷ്ടാവ്, അവനാണ് എൻ്റെ നാഥൻ, അവനാണ് എനിക്ക് റിസ്ക് നൽകുന്നവൻ, അവനാണ് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ അധിപതി. ആ റബ്ബുൽ ഇസ്സത്താണ് സകല കാര്യങ്ങൾക്കും കഴിവുള്ളവൻ. അതുകൊണ്ട് അവൻ മാത്രമാണ് ഇലാഹ്, ആരാധ്യൻ. അവനല്ലാതെ യാതൊരു ആരാധ്യന്മാരും ദൈവങ്ങളും പ്രാർത്ഥിക്കപ്പെടേണ്ടവരും ഇല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളോ രോഗങ്ങളോ കഷ്ടപ്പാടുകളോ ഉണ്ടാകുമ്പോൾ അവന് അത് അല്ലാഹു തന്ന പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി ക്ഷമ പാലിക്കുവാനും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാനും ചികിത്സിക്കുവാനും അങ്ങനെ ഈമാനിൻ്റെ കരുത്തുകൊണ്ട് ശുഭപ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകാനും അവന് കഴിയും. ഇതാർക്കാണ് കഴിയുക? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന, ലവലേശം ഷിർക്ക് ജീവിതത്തിൽ കലർത്താത്ത, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത, ഒട്ടും ഷിർക്കിൻ്റെ അംശം വരാത്ത ആളുകൾ, ആ ആളുകൾക്കായിരിക്കും ഭയരഹിതമായിട്ടുള്ള അങ്ങനെയുള്ള ജീവിതം. വിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിൻ്റെ 82-ാമത്തെ വചനം, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ, സത്യവിശ്വാസം സ്വീകരിക്കുകയും എന്നിട്ട് ആ വിശ്വാസത്തിൽ ഷിർക്ക് കൂട്ടിക്കലർത്താതിരിക്കുകയും. ലുൽമ് എന്നാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ലുൽമെന്ന് പറഞ്ഞാൽ മലയാളത്തിന് അതിന് അർത്ഥം പറയുക അക്രമം എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിലെ ലുൽമ് എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും
പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിർക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കൽ എന്നുള്ളതാണ്. അപ്പം ഈമാനിനെ ഷിർക്കുമായി, നമ്മുടെ ഈമാനിൽ ഷിർക്ക് കൂട്ടിക്കലർത്തുന്ന ആളുകൾ, ആ ആളുകൾക്ക് നിർഭയത്വമുണ്ടാവുകയില്ല. അവരുടെ ജീവിതത്തിൽ എപ്പോഴും പേടിയായിരിക്കും, ഭയമായിരിക്കും. എന്നാൽ ഈമാനിൽ, സത്യവിശ്വാസത്തിൽ ഇങ്ങനെ ഷിർക്ക് കലർത്താത്ത ആളുകൾക്കോ ഉലൈക ലഹുമുൽ അംന്, അവർക്ക് നിർഭയത്വമുണ്ടായിരിക്കും. വഹും മുഹ്തദൂൻ, അവർ സന്മാർഗം പ്രാപിച്ചവരുമാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെയൊക്കെ നാടുകളിലുള്ള അവസ്ഥ എന്താ? ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളുണ്ടായാൽ അതാരെങ്കിലും ചെയ്തതാണ് എന്നുള്ള ചിന്താഗതിയാണ്. ഇപ്പം നിങ്ങൾ കാണും, ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടി, 1.5-2 വയസ്സൊക്കെ ആയിട്ടുള്ളൊരു കുട്ടി എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ കുട്ടിയെ നല്ല കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ വിശ്വാസം കണ്ണേറ് സംഭവിക്കും എന്നുള്ളതാണ്. മുമ്പ് കാലത്ത് ഈ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ വീടുണ്ടാക്കുമല്ലോ, അപ്പോൾ അവിടെ കരിങ്കണ്ണ നോക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ മരം ഈർന്നു കൊടുന്നപ്പോൾ അതിൽ ഉപയോഗിക്കാൻ കൊള്ളാത്തൊരു കഷ്ണത്തിലേക്ക് കരിക്കട്ട കൊണ്ട് കരിങ്കണ്ണ നോക്ക് എന്ന് എഴുതി വെക്കും. എന്തിനാണ് അങ്ങനെ എഴുതി വെക്കുന്നത്? അല്ലെങ്കിൽ അഭിപ്രായം വേണ്ട, നിനക്ക് പോകാം എന്നാണ് ചില ആളുകൾ എഴുതി വെക്കുക. എന്തിനാണ് അങ്ങനെ എഴുതി വെക്കുന്നത്? ആരെങ്കിലും ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടിന് നേരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദോഷങ്ങളുണ്ടാകും, അപകടങ്ങളുണ്ടാകും. അങ്ങനെ ആ വീട് ഒരുപക്ഷെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നേരെ ചൊവ്വെ നിർമ്മിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ അപകടങ്ങളുണ്ടാകും, ദുരന്തങ്ങളുണ്ടാകും, മരണം തന്നെ സംഭവിക്കാം എന്നുള്ളതിനാണ് അങ്ങനെ എഴുതി വെക്കുന്നത്. അത് വീട് നിർമ്മാണത്തിൽ മാത്രമല്ല, ഈ വയലുകളിൽ, പാടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അന്ന് നമുക്കറിയാം, ഒരു ഉമ്മാമാൻ്റെ ഒരു കുപ്പായം, എന്നിട്ട് കുറേ വൈക്കോലും അതുപോലെ കീറിയ ചാക്കും ഒക്കെ ഉമ്മാമാൻ്റെ കുപ്പായത്തിൽ തിരികെ കയറ്റി ഒരു മൺകലത്തിന് കുറേ വെണ്ണൂറ്, പിന്നെ ചാരം, വെണ്ണൂറല്ല, എന്തിനാ പറയുക, കുമ്മായം, ആ കുമ്മായത്തിൻ്റെ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഒരു കോലം വെക്കുകയാണ്. എന്തിനാണ്? കണ്ണീർ തട്ടാതിരിക്കാനാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഇപ്പോഴും പല സ്ഥലത്തുണ്ട് ഒരു നല്ല ഒരുപാട് കായകളുള്ള ഒരു വാഴക്കുല. ഇപ്പം നമ്മൾ ഈ ചെറുപഴ ഉണ്ടല്ലോ, മൈസൂർ പൂവൻ എന്നൊക്കെ പറയാറില്ലേ, അതിലൊരുപാട് കായകളുണ്ടെങ്കിൽ അതിന് കണ്ണേറ് തട്ടാതിരിക്കാൻ ഈ കുമ്മായം കൊണ്ട് എന്ത് ചെയ്യും? ഓരോ കായയിലും ഓരോ തോണ്ടൽ. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം എന്തിനാണിത്? ഇതാരെങ്കിലും കണ്ടാൽ അതിന് ദോഷമുണ്ടാകും. അപ്പോൾ ദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ കുമ്മായം കൊണ്ട് തോണ്ടുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് അവിടെ മാത്രമല്ല, ഇതായിരുന്നു കുറേ മുമ്പുണ്ടായിരുന്നതെങ്കിൽ, ഇപ്പോഴും ഉണ്ട് പല സ്ഥലത്തും. നമ്മുടെ ഇപ്പോഴുള്ള ആളുകൾ എന്താ പറയുക, വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയങ്ങൾ, കരിങ്കണ്ണ നോക്ക് എന്നല്ല എഴുതുന്നത്, അല്ലെങ്കിൽ അഭിപ്രായം വേണ്ട, നിനക്ക് പോകാം എന്നല്ല. ഫ്ലെക്സ് അടിക്കണോടത്തേക്ക് ഒരു ഓർഡർ കൊടുക്കുകയാണ് വാട്സപ്പിൽ, മാഷാ അല്ലാ തബാറക്കല്ലാ എന്നൊരു ഫ്ലെക്സ് എഴുതാൻ. അപ്പോൾ ഈ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങൾ എന്ന് മനസ്സിലാക്കിയറിയങ്ങൾ, ഇതൊക്കെ പുണ്യകർമ്മമാണ്,
ഇത് ഒക്കെ ഇസ്ലാമിലുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് പിന്നെ വീടൊക്കെ ബാങ്കിൽ നിന്ന് കൊള്ള പലിശക്ക് ലോൺ എടുത്തിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് നല്ലൊരു പച്ച പശ്ചാത്തലത്തിൽ, പച്ച എന്ന് പറഞ്ഞാൽ അത് ദീനിൻ്റെ ഒരു എന്താ പറയുക, നടുക്കണ്ണം എന്നൊക്കെ പറയും നാടൻ ഭാഷയിൽ. അപ്പം ആ രൂപത്തിൽ പച്ച പശ്ചാത്തലത്തിൽ മാഷാ അല്ലാ തബാറക്കല്ലാ എന്നുള്ള ഫ്ലെക്സൊക്കെ വെക്കാറുണ്ട്. എന്തിനാണിത്? സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്നത് ഹൈന്ദവ സമൂഹം ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ സമീപത്തൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയുമോ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പാലക്കാട് അവിടെ ഈ കുട്ടികളുണ്ടല്ലോ, ചെറിയ കുട്ടികൾ, അവരെ ഉമ്മമാർ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കൺമഷി കെട്ടുകൊടുക്കുമല്ലോ. അപ്പം കവളത്തൊരു കുത്ത്. എന്തിനാണ് കവളത്ത് കുത്ത്? സൗന്ദര്യത്തിന് വേണ്ടിയാണോ? സ്റ്റൈലിന് വേണ്ടിയാണോ? അല്ല, കണ്ണേറ് തട്ടാതിരിക്കാനാണ്. ഇപ്പോൾ പുതിയ ആളുകൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? കണ്ണേറ് തട്ടാതിരിക്കാനാണ്. അരയിൽ ചിരട് കെട്ടാറില്ലേ? കറുത്ത ചിരടാ കെട്ടുക. ആ കറുത്ത ചിരടമ്മേ ഒരു തരം ഒരു കുരു എന്നോ എന്തോ പറയുന്നത്, കൂച്ചി എന്നോ കാച്ചി എന്നൊക്കെ പറയും. അപ്പോൾ ആ രൂപത്തിൽ ഇതൊക്കെ എന്താണ്? കണ്ണേറ് തട്ടാതിരിക്കാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് മാത്രമാണോ? ഒരുപാട് സംഭവങ്ങൾ. ഒടിയനെക്കുറിച്ച്, ഗുളികനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒരു 10-30 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അവസ്ഥ, അതിനെക്കുറിച്ച് ചുരുക്കത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ചെകുത്താൻ്റെ കാൽപ്പാടുകൾ എന്നുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കാൻ, നമ്മുടെ നാടാകെ പിശാചുക്കളുടെ പിടിയിലായിരുന്ന കാലം, പിശാചുക്കളെ സ്നേഹിച്ചും പൂജിച്ചും പേടിച്ചും ജീവിച്ചു പോകുന്ന സമൂഹം, ഒടിയൻ, ഗുളികൻ, തേര്, ചേക്കുട്ടി, പോക്കുട്ടി, കരിങ്കുട്ടി, കുഞ്ഞിരായിൻ പാപ്പ, പൊട്ടി, അതിരിപുല്ല്, പേന, യക്ഷി, ബ്രഹ്മരക്ഷസ്, രക്തരക്ഷസ്, കുട്ടിച്ചാത്തൻ, കുരിപ്പ്, ചെകുത്താൻ തട്ട്, ചെയ്ത്താൻ, അങ്ങനെ ഇനിയും എത്രയെത്ര. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ഞാനൊക്കെ മദ്രസയിൽ പോകുമ്പോൾ അന്ന് ഈ ഒടിയൻ മറിയുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ പറയും. അതായത് അവിടെ പിന്നെ ഒരു മൊല്ലാക്കുണ്ടായിരുന്നു. അദ്ദേഹം ഈ 1-2 ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് അലിഫ് ഭാഗത്തൊക്കെ പഠിപ്പിക്കുന്ന ആളായിരുന്നു. അപ്പം അദ്ദേഹം അങ്ങനെ മദ്രസൊക്കെ വിട്ട് വന്ന് വീടിൻ്റെ അന്ന് ഈ തിണ്ടുണ്ടാവും. തിണ്ടെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ പിന്നെ വീടിൻ്റെ മുൻവശത്തുള്ള ഒരിത്. അപ്പം അവിടെ ഇരുന്ന് അദ്ദേഹം ഇങ്ങനെ മുറുക്കിയൊക്കെ തൊപ്പി പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ ഒടിയൻ, അതായത് അന്ന് ചില സമയത്തൊക്കെ ഉണ്ടല്ലോ വീട്ടിലെ കാരണവർ ഉറങ്ങുക, ഈ നെല്ലൊക്കെ കൊയ്തെടുക്കണ ആ സമയത്തൊക്കെ കൊയ്തിട്ടോ മറ്റൊക്കെ ആയിട്ട് ചിലപ്പോൾ മുറ്റത്തൊക്കെ ഉറങ്ങും കട്ടിലൊക്കെ വെച്ചിട്ടേ. അപ്പം കട്ടിലിൽ കിടക്കുന്ന ഈ പിന്നെ കാരണവരെ ഈ പിന്നെ ഒടിയൻ വന്ന് എടുത്തു കൊണ്ടുപോയി എന്നും, അങ്ങനെ വേറെ ആളുകൾ പിന്നാലെ കൂടിയപ്പോൾ ഈ ഒടിയനായിട്ടുള്ള ആള് പെട്ടെന്ന് രൂപാന്തരം പ്രാപിച്ച് നായോ പട്ടിയൊക്കെ ആയിട്ട് സ്ഥലം വിട്ടു എന്നൊക്കെയുള്ള കഥകൾ പറയുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നതാണ്. അപ്പം നിങ്ങൾ നോക്കൂ, ഞാനിത് ബാക്കി കൂടെ വായിക്കാം. നൂല്, ചരട്, ഏലസ്, ഐക്കല്ല്, മന്ത്രം, മാരണം, പിഞ്ഞാണമെഴുത്ത്, ഒഴിച്ചിൽ, ഹോമം, എഴുതി കുഴിച്ചിടൽ, കെട്ടിത്തൂക്കൽ, ഇതൊക്കെ ഓരോന്നായിട്ട് വിശദീകരിക്കേണ്ടതാ. ഈ കെട്ടിത്തൂക്കലൊക്കെ ഉണ്ടല്ലോ, ഇത് ഹോമം അതുപോലെയുള്ള ക്രിയയൊക്കെ ചെയ്തിട്ട് വീടിൻ്റെ പിന്നെ ഈ മേൽപ്പുരയുടെ ആ ഒരു മരം ഉണ്ടാവും, ഉത്തരം എന്നല്ല അതിന് പറയാം. അപ്പം അവിടെ എന്ത് ചെയ്യും, അത് കെട്ടിത്തൂക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള
കെട്ടിത്തൂക്കൽ, ഒട്ടിച്ചുവെക്കൽ, വെള്ളത്തിലൊഴുക്കൽ, മാരണം ചെയ്തിട്ട് വെള്ളത്തിലൊഴുക്കൽ, സിഹിർ, എതിർ സിഹിർ, അങ്ങനെ ഇനിയും എത്രയോ നീണ്ടുപോകുന്ന ചികിത്സകൾ. നമ്മുടെ സമൂഹത്തിലുള്ള അവസ്ഥ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു. വലിയ തോതിലുള്ള അന്ധവിശ്വാസങ്ങളായിരുന്നു. സഹോദരങ്ങളെ, ഈ അന്ധവിശ്വാസങ്ങളെ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടത്? ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ മുൻഗാമികൾ അള്ളാഹിൻ്റെ കിതാബിലെ ആയത്തുകൾ ഓതി ഖുർആൻ ക്ലാസ്സുകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ ഒരു തത്വം, ആ ആദർശം അവരുടെ മനസ്സിലേക്ക് പകർന്നു നൽകി. അള്ളാഹുവിലുള്ള വിശ്വാസം, ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തത് എന്താ? ഖൈറും ഷർറും അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ടാണെന്നുള്ള വിശ്വാസം. അപ്പം അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ ഖദർ കൊണ്ടുള്ള വിധിയിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു നേട്ടം എന്താ? എന്തെങ്കിലും കുട്ടിക്കൊരു അസുഖം ഉണ്ടായാൽ, അല്ലെങ്കിൽ മുറ്റത്തുള്ള ഒരു സ്ത്രീ എന്ത് ചെയ്തു, ഒരു കുമ്പളം അല്ലെങ്കിൽ അടുക്കളത്തോട്ടം എന്നൊക്കെ പറയില്ലേ, അതിൽ ഒരു കയ്പയോ അല്ലെങ്കിൽ കുമ്പളമോ എന്തോ ആവട്ടെ, പടവലങ്ങയോ എന്തോ, അതിങ്ങനെ മുളച്ച് പൊന്തി അതിൽ പൂവിട്ടു, കായ് വന്നു, അങ്ങനെ ചെറിയ കുമ്പളങ്ങ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ അതുവഴി കടന്നു പോകുന്നത്. എന്താ മഹിമൂന, എൻ്റെ കുമ്പളങ്ങയ്ക്ക് ഉഷാറാണല്ലോ എന്ന് പറഞ്ഞിട്ടാ മൂപ്പര് പോയത്. ആ പറയലും 5-8 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് അത് വാടുന്നു. വാടി അത് ചുക്കിച്ചുരുണ്ട് അങ്ങനെ അതെന്ത് ചെയ്തു, നശിച്ചു പോകുന്നു. കണ്ണേറ് കൊണ്ടാണിത് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ എങ്ങനെയാണ് എതിർത്തത്? സഹോദരങ്ങളെ, അള്ളാഹു വിധിച്ചത് മാത്രമാണ് ഈ ലോകത്ത് നടക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പാഠം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താ നിങ്ങൾ, ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന നല്ല താടിയൊക്കെ വെച്ചിട്ടുള്ള, ചിലപ്പോൾ തട്ടമിട്ട ആളുകളായിരിക്കാം, തട്ടടാത്ത ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നല്ല ലുക്കിൽ ഒക്കെ ആയിട്ടുള്ള ഏത് വേഷത്തിലും ആകാം. പക്ഷേ പറയുന്നത് അന്ധവിശ്വാസമാണോ എന്ന് കൃത്യമായി ചിന്തിച്ച് പല ആളുകളും തരങ്ങൾ ഒരു ആയത്തൊക്കെ ഓതി അല്ലെങ്കിൽ ഹദീസൊക്കെ ഓതി അങ്ങോട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കിതാബിലെ വരികൾ വായിച്ച് പറയുന്നത് അങ്ങോട്ട് സ്വീകരിക്കുക, അത് മതമാണെന്ന് കരുതുക. അങ്ങനെ മതമാണെന്ന് കരുതരുത്. കാരണം നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും ഇന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എത്രമാത്രം അപകടമാണെന്നറിയുമോ? ഒരാളല്ല, കേരളത്തിലെ അറിയപ്പെടുന്ന ചില പണ്ഡിതന്മാർ പറഞ്ഞതറിയോ? വിജനമായ ഒരു പ്രദേശം, വിജനമായ മരുഭൂമി, അവിടെ ജനങ്ങളില്ല. അപ്പോൾ അതുവഴി നടന്നു പോകാൻ ഒരാൾ, ആരെയും കാണുന്നില്ല. ഇയാൾക്ക് വഴി തെറ്റിയിരിക്കാൻ, വഴിയറിയാതെ പ്രയാസപ്പെടുകയാണ്. അപ്പോൾ ജിന്നുകളെ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ മലക്കുകളെ ഉദ്ദേശിച്ചുകൊണ്ട് യാ ഇബാദല്ലാഹ് അഈനൂനി, എൻ്റെ ദാസന്മാരെ, അള്ളാഹുവിൻ്റെ ദാസന്മാരെ, എന്നെ സഹായിക്കണമേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്നിങ്ങനെ വിളിക്കാം എന്നുള്ളതാണ് അവരുടെ ജൽപ്പനം, അവരുടെ വാദം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഇവരുടെ വാദങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ജനങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ കൊള്ളാത്തതാണ്. ജിന്നുകൾ മനുഷ്യ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടും എന്നുള്ളതാണ്. നഊദു ബില്ലാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഭയമുണ്ടാക്കുന്ന കാര്യമാണത്. ജിന്നുകൾ ഇങ്ങനെ ബന്ധപ്പെടുമെങ്കിൽ അത് പറയുന്ന മൗലവി ആര് ബന്ധപ്പെട്ടുണ്ടായതാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഒരാൾ ജോലിക്ക് പോകാൻ, അയാളുടെ ഭാര്യ വീട്ടിലാണ്,
അപ്പം അവിടെ വല്ല ജിന്നുകളും വരും, ഇങ്ങനെ ബന്ധപ്പെടും എന്ന് അയാൾ പേടിക്കൂലേ? അപ്പം ഈമാനിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിന്നുകൾ മനുഷ്യ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും എന്ന് മാത്രമല്ല, ജിന്നുകളുടെ കുഞ്ഞുങ്ങളെ മനുഷ്യ സ്ത്രീകൾ പ്രസവിക്കും. ഇതൊക്കെ പറഞ്ഞതാണ്. എന്ന് മാത്രമല്ല, മനുഷ്യ ശരീരത്തിൽ ജിന്നുകൾ കയറിക്കൂടി രോഗങ്ങൾ ഉണ്ടാക്കും. മനുഷ്യ ശരീരത്തിൽ ജിന്നുകൾ കയറിക്കൂടിയിട്ട് രോഗങ്ങൾ ഉണ്ടാക്കും എന്ന് മാത്രമല്ല, ഈ രോഗം മാറ്റാൻ ജിന്ന് ക്ലിനിക്കുകൾ, ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം എന്ന് പ്രചരിപ്പിച്ചു. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആരെങ്കിലും കുറ്റപ്പെടുത്താന്ന്. ആരെയും കുറ്റപ്പെടുത്തല്ല. ഇതൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന ചില സഹോദരങ്ങൾ പ്രസംഗിച്ചതാണ്. അത് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇവിടെ അവസാനിക്കുന്നില്ല. അതായത് ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ എന്തിനാണത്? മനുഷ്യ ശരീരത്തിൽ ജിന്ന് കയറും, രോഗം ഉണ്ടാക്കും. അപ്പോൾ ആ ജിന്നിനെ ഇറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അടിചികിത്സ നടത്തണം. അതിന് ഖുർആൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും, ജിന്ന് ചികിത്സ എന്ന് പറയും, ഖുർആൻ തെറാപ്പി എന്ന് പറയും. ഇത് ഫ്രീ ആയിട്ടുള്ള സേവനമാണെന്ന് കരുതരുതേ. ഇത് നടത്തുന്ന ആൾക്ക് എന്താ പേര് പറയുക? റാഖി എന്നാണ് പറയുക. റുഖ്യ ശർഇയ്യ എന്ന് നിങ്ങൾ കേട്ട് കാണും. റാഖി എന്ന് പറഞ്ഞാൽ മന്ത്രം നടത്തുന്നവൻ എന്നാണ്. അപ്പോൾ ഇതെന്താണ്? ഒരു കൺസൾട്ടിന്, അതായത് ഒരു തവണ ഒന്ന് കാണാൻ, കണ്ട് കാര്യങ്ങൾ പറയാൻ 75,000 രൂപ വരെ നമ്മുടെ ഈ കേരളത്തിൽ ഈടാക്കുന്നതായിട്ട് നോട്ടീസിൽ പോസ്റ്റർ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ പരിപാടിക്കൊക്കെ പോസ്റ്റർ അടിക്കുന്നു എന്നതുപോലെ പോസ്റ്റർ അടിച്ചിട്ട് നമ്മുടെ വാട്സപ്പുകളിലൂടെ വന്നിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. ഇനി അത് മാത്രമല്ല, അപ്പോൾ ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടി രോഗങ്ങൾ ഉണ്ടാക്കുമെന്നും ആ രോഗം മാറാൻ അടിചികിത്സ നടത്തണമെന്നും. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ വിശദീകരിക്കേണ്ട കാര്യം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതായത് അധികം യുവതികൾക്ക് ജിന്ന് കയറുക, എന്നിട്ട് ഇവരെ ചികിത്സ നടത്തുക ഒറ്റപ്പെട്ട ഒരു റൂമിലാണ്. അവിടെ ഈ ചികിത്സ നടത്തുന്ന ആളെ പാടുള്ളൂ. എന്നിട്ട് ഈ സ്ത്രീയെ അടിക്കുക, അവളുടെ തുടയിലും കഴുത്തിലും ഒക്കെ അടിക്കുക, പൈപ്പ് കൊണ്ടും വടി കൊണ്ടും, ജിന്നിറങ്ങിപ്പോകാൻ കയ്യിൽ വിരലിൽ നൂല് കെട്ടുക. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. നിങ്ങൾക്ക് തോന്നും ഞാൻ പറയുന്നത് ഓവറല്ലേ എന്ന്. ഞാനതിന് കുറച്ചേ പറയണുള്ളൂ. ചൈനയിൽ നിന്ന് ജിന്ന് വരുന്നു, ജപ്പാനിൽ നിന്ന് ജിന്ന് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ നമ്മളൊക്കെ വിചാരിക്കുന്നതിൽ അപ്പുറം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു എന്ന് മാത്രമാണ് എന്നാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ജിന്നുകൾ സുന്ദരികളായ മനുഷ്യ സ്ത്രീകളെ പ്രേമിക്കും. അങ്ങനെ വിവാഹം കഴിക്കാത്ത ഒരു സുന്ദരിയായ പെണ്ണിനെ പ്രേമിച്ചാൽ ആരാ പ്രേമിക്കണത്? ജിന്നുകളാണ് പ്രേമിക്കുന്നത്. അപ്പോൾ അവൾക്ക് കല്യാണ ആലോചനകൾ വരികയാണ്. നല്ല ആലോചനകൾ വരുമ്പോൾ അത് തടസ്സപ്പെടുകയാണ്. എന്താ കാരണം? വിവാഹം മുടങ്ങാൻ, കല്യാണാലോചന തടസ്സപ്പെടാൻ കാരണം അവൾക്ക് ജിന്നായ കാമുകനുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചതാണ്. ചില ആളുകൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണിൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ പോലെ. സത്യത്തിൽ ഒരു പ്രശ്നമില്ല, പക്ഷെ ഇയാൾ നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് സർജറിയൊക്കെ ആകെ മുഖമൊക്കെ വികൃതമായ പോലെ. നല്ല സ്റ്റൈലുള്ള കുട്ടിയാണ്, പക്ഷേ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞതുപോലെ. എന്താ കാരണം? അതൊക്കെ ഈ ജിന്ന് ഇടപെടുന്നതാണെന്നുള്ളതാണ്. ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ
അവളുടെ ഗർഭം അലസിപ്പോവുകയാണ്, അബോർഷനാകാൻ. എന്താ കാരണം? ജിന്ന് കുത്തിയിട്ടാണ് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ വീഡിയോ അടക്കം എൻ്റെ അടുത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. അദ്ദേഹം നമ്മുടെ നല്ല ആദർശബോധമുള്ള നല്ലൊരു പ്രവർത്തകനാണ്. കല്യാണം വന്നപ്പോൾ ഈ ചങ്ങാതി പറഞ്ഞത് എനിക്കങ്ങനെ സംഘടനയൊന്നുമില്ല എന്നുള്ളതാണ്. കല്യാണം കഴിച്ചു കൊടുത്തു. കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ പിന്നെന്താ സംഭവിച്ചറിയോ? ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കണ്ണേറ് തട്ടിയതായിരിക്കാം, ജിന്ന് കൂടിയതായിരിക്കാം, അല്ലെങ്കിൽ മരണത്തിൻ്റെ കാരണമായിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്കല്ല കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകുന്നത് ഒരു മൗലവിൻ്റെ അടുത്തേക്കാണ്. ഇത് ഉണ്ടായ സംഭവമാണ്. നമ്മൾ ആലോചിക്കണം, എത്രമാത്രം വലിയ ദുരന്തമാണ്. കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളുകളായിട്ടില്ല. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അസുഖം ആർക്കും വരൂലേ? പനി വരൂലേ? തലവേദന വരൂലേ? മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടാവൂലേ? അതൊക്കെ ഇങ്ങനെ ഈ ജിന്ന് കൂടിയത് കൊണ്ടാണോ? ജിന്ന് അങ്ങനെ കൂടുവോ? വിശുദ്ധ ഖുർആൻ, അള്ളാൻ്റെ കിതാബ്, ആ കിതാബെന്ന് ജനങ്ങൾ അകലുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? പിശാചിന് എന്താണ് കഴിയുക എന്നുള്ളത്. പിശാചിന് കഴിയുക നമ്മെ തിന്മയിലേക്ക്, ഹറാമിലേക്ക് ക്ഷണിക്കുക മാത്രമാണ് കഴിയുക എന്നുള്ളതാണ്. മനസ്സിലാക്കണം. പിശാചിന് രോഗം ഉണ്ടാക്കാൻ കഴിയൂല. പിശാചിന് മനുഷ്യനെ അംഗഭംഗം ഉണ്ടാക്കാൻ കഴിയൂല. പിശാചിന് ശരീരത്തിൽ കയറാൻ കഴിയൂല. എന്നിട്ടല്ലേ അടിച്ചിറക്കൽ? അടിച്ചിറക്കണിൽ കയറണ്ടേ? കയറാൻ കഴിയൂല. അതെവിടെയാണുള്ളത്? 14-ാം അധ്യായം സൂറ ഇബ്രാഹിം, അതിൻ്റെ 22-ാമത്തെ ആയത്ത്. ആ ആയത്തിൻ്റെ അർത്ഥം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ വാദങ്ങൾക്കൊക്കെ കുറേ വാദങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. അതായത് ഈ അബോർഷനാക്കിയെന്നും അതുപോലെ പ്ലാസ്റ്റിക് സർജറി, ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിൽ പറയാം, വഖാല ശൈത്വാനു ലമ്മാ ഖുദിയൽ അംർ, ഷെയ്ത്താൻ പറയും, ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങൾ വിധി തീർപ്പാക്കപ്പെടുമ്പോൾ. പരലോകത്ത് വെച്ചിട്ട് പിശാച് പറയാം, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു തആല തീർച്ചയായും നിങ്ങളോട് സത്യവാഗ്ദാനം ചെയ്തിരിക്കുന്നു. വഅദ്തുക്കും, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു. എന്ത്? പിശാച് പറയാൻ, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു. ഫഅഖ്ലഫ്തുക്കും, അത് ഞാൻ നിങ്ങളോട് ലംഘിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാൻ, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ ഒരധികാരവുമില്ല. വിശുദ്ധ ഖുർആനാണിത് പറയുന്നത്. ഇല്ലാ അൻ ദഅൗതുക്കും, പിശാചിന് എന്തേ അധികാരമുള്ളൂ? നിങ്ങളെ ക്ഷണിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. ദഅൗതുക്കും, ദഅവ എന്ന് പറഞ്ഞർത്ഥം ക്ഷണം, വിളി എന്നൊക്കെ അല്ലേ? ഇല്ല അൻ ദഅൗതുക്കും, നിങ്ങളെ ക്ഷണിക്കുകയല്ലാതെ. അപ്പൊ പിശാചിന് മനുഷ്യരെ ഹറാമിലേക്ക്, ഷിർക്കിലേക്ക്, കുഫറിലേക്ക്, അങ്ങനെയുള്ള സംഗതികളിലേക്ക് ക്ഷണിക്കാൻ മാത്രമാണ് കഴിയുക എന്നാണ് വിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇവരുടെ വാദങ്ങളൊക്കെ വളരെയധികം തെറ്റായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലായല്ലോ പ്രിയമുള്ളവരെ. നിങ്ങൾക്കറിയുമോ, ഇപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, യാ ഇബാദല്ലാ അഈനൂനി, ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ട് വഴി കാണിച്ചു തരണേ, സഹായിക്കണേ എന്ന് വിളിച്ച് സഹായം തേടാമെന്ന് ഇവർ പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, ആരാണിത് പറയുന്നത്? ഏത് പ്രസ്ഥാനത്തിൻ്റെ പേരിലാണിത് പറയുന്നത്?
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നാഥാ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നുള്ള ആയത്ത് പരിശുദ്ധ ഖുർആൻ ഈ ലോകത്തിന് പഠിപ്പിച്ച എല്ലാ ജാറങ്ങളിലും ദർഗകളിലും മറമാടപ്പെട്ട് കിടക്കുന്ന മഹാത്മാക്കളോടൊന്നും ആരാധന നടത്തരുത്, അവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ച ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും റബ്ബിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പഠിപ്പിച്ച ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ വേദിയിൽ വെച്ച്, മിമ്പറിൽ വെച്ച്, അതുപോലെ അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന്. അഥവാ ജിന്നുകളെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ ദാസന്മാരെ, എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന. സഹോദരങ്ങളെ, അത് ദുർബലമായ ഹദീസാണ്, അത് വ്യാജമായ ഹദീസാണ്. യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന് പറയുന്ന ഹദീസ്, അതിനെക്കുറിച്ച് പറയുന്നത് വഹാദൽ ഹദീസ് ഫീ സലാസു ഇലലിൻ, ഈ ഹദീസിൽ 3 ന്യൂനതകളുണ്ട് എന്നാണ്. ഈ ഹദീസ് ഖുർആൻ പോലെയല്ല. ഖുർആനും ഹദീസും ഒരുപാട് വ്യത്യാസമുണ്ട്, അജഗജാന്തര വ്യത്യാസമുണ്ട്. ഹദീസ് എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം നമ്മൾ വേറെ വിശദീകരിക്കേണ്ടതാണ്. അതിന് 2 തലങ്ങളുണ്ട്. ഒന്ന് മത്ന്, മറ്റൊന്ന് സനദ്. മത്ന് എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ ഉള്ളടക്കം, സനദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരമ്പര. ആ പരമ്പരയിൽ ഓരോ ആളുകളും, സ്വഹാബി കഴിഞ്ഞാൽ സ്വഹാബികൾ വിശ്വസ്തന്മാരാ, അള്ളാഹു തൃപ്തിപ്പെട്ടവരാ. സ്വഹാബി കഴിഞ്ഞാൽ പിന്നീടുള്ള ഓരോ ആളുകളും എന്ത് ചെയ്യണം? അവരെക്കുറിച്ച് കംപ്ലീറ്റുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെടേണ്ടതുണ്ട്, വിശ്വസ്തന്മാരായിരിക്കണം. അപ്പം ഇതിൽ 3 ന്യൂനതകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അലൗവൽ അബ്ദുറഹ്മാൻ ബിൻ ഷരീഖ്. അബ്ദുറഹ്മാൻ ബിൻ ഷരീഖ് എന്ന് പറയുന്ന വ്യക്തി ഇതിൻ്റെ സനദിലുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് മഹാനായിട്ടുള്ള ഇമാം അബൂ ഹാത്തിം രേഖപ്പെടുത്തുന്നത് എന്താ? വാഹിയുൽ ഹദീസ് എന്നാണ്. വാഹിയുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹദീസ് ഒരു മൂല്യവുമില്ലാത്തതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഷരീഖ് ബിൻ അബ്ദുള്ള എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഹാഫിദ് ബിൻ ഹജർ അസ്ഖലാനി പറയുന്നത് സുദൂഖുൻ യുഖ്തിഉ കസീറൻ. സത്യസന്ധതയൊക്കെയുണ്ട്, പക്ഷേ ധാരാളം തെറ്റ് സംഭവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആൾ ഹദീസിൻ്റെ നിവേദക പരമ്പരയിൽ ഉണ്ടായാൽ ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല, അത് ദുർബലാകും. മൂന്നാമത്തെ ആൾ സെയ്ദ് ബിൻ അലി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ലം യുദ്രിക് ഉത്ബയെ പ്രാപിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ആ പരമ്പരയിൽ തന്നെ ഒരു മുറിവ് സംഭവിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ നിരവധി ന്യൂനതകളുണ്ട് എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, ഇങ്ങനെ ജിന്നുകളോട് തേടാൻ പറ്റുമോ? പറ്റൂല എന്ന് ഉറപ്പല്ല. കാരണം എന്താണ്? എല്ലാ സഹായതേട്ടവും മനുഷ്യൻ്റെ കഴിവുകൾക്കപ്പുറം അദൃശ്യമായ രൂപത്തിലുള്ള തേട്ടം അത് ആരോട് മാത്രമേ പറ്റുള്ളൂ? മറഞ്ഞ മാർഗത്തിലൂടെയുള്ള തേട്ടം റബ്ബിനോട് മാത്രം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജിന്നിനോട് തേടുക എന്നുള്ളത് ആരുടെ രീതിയാ? അത് മക്കത്തെ മുശ്രിക്കുകളുടെ ജാഹിലിയ കാലഘട്ടത്തിൽ അല്ലാഹു തആല പറയാണ്, വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്താണ്. എന്താണ് ആയത്തിൻ്റെ അർത്ഥം? ശ്രദ്ധിച്ചോളൂ. നിശ്ചയം മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളിൽപ്പെട്ട ചിലരോട് രക്ഷ തേടുമായിരുന്നു. യഊദൂന എന്ന് പറഞ്ഞ അർത്ഥം കുൽ അഊദു ബിറബ്ബിന്നാസ്. അതാണ് അഊദു, ഞാൻ രക്ഷ തേടുന്ന. അതാണ് യഊദൂന, അവർ രക്ഷ തേടുന്നു. ആരോട്? ജിന്നുകളിൽപ്പെട്ട ചില ആളോട്. ഇത് ഖുർആന്റെ ആയത്താണ്. ഈ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായിട്ടുള്ള ഇമാം അബൂ ജഅഫർ തിബിരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തുകയാണ്, കാനൂ ഫിൽ ജാഹിലിയ്യ, അവർ ജാഹിലിയത്തിലായിരുന്നു. ഇദാ നസലൂ ബിൽ വാദി, ഒരു താഴ്വരയിൽ എത്തിപ്പെട്ടാൽ, അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ,
ഖാലു അവർ പറയും നഊദു ബിസയ്യിദി ഹാദൽ ബാദി, ഈ താഴ്വരയുടെ നേതാവിനോട് ഞങ്ങൾ ശരണം തേടുന്നു, രക്ഷ തേടുന്നു. അത് ജാഹിലിയ്യത്തിലുള്ള ശിർക്കൻ പ്രവർത്തനമാണ്. ആ പ്രവർത്തനമാണ് ഇന്ന് ചെയ്യാം എന്ന് ചില ആളുകൾ പറയുന്നത്. എന്നിട്ട് ഇവർ പറയാൻ ഹയ്യായ ഖാദിറായ ഹാളിറായ മുസ്ലിമായ ജിന്നിനോട് തേടാം എന്ന്. സഹോദരങ്ങളെ, അങ്ങനെ തേടാം എന്ന് ഏത് കിതാബിലാണുള്ളത്? ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ എത്ര തവണ നമ്മൾ വായിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ആയത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ആയിരക്കണക്കിന് ഹദീസുകൾ, ഒരൊറ്റ സഹിഹായ ഹദീസിലും അതുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ തേടുന്നത് എന്താ? ബഹുദൈവ വിശ്വാസമാണ്, ഷിർക്കാൻ. ആ ഷിർക്ക് എന്ന് പറയുന്നത് മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആര് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ അവന് സ്വർഗം നിഷിദ്ധമാണ്. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ് എന്നുള്ളതാണ്. ഇത് നമ്മൾ പറയുന്നത് മാത്രമല്ല, ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത് ഇപ്പൊ സൗദി അറേബ്യയിലെ ഫത്വ ബോർഡ് ഉണ്ടല്ലോ, ഫതാവ അൽ ലജ്നതു ദായിമ എന്ന് പറയുന്ന, അവർ നൽകുന്ന ഒരു മറുപടി ഉണ്ട്. അതിൽ കാണാം അൽ ഇസ്തിആനതു ബിൽ ജിന്നി, ജിന്നിനോടുള്ള ഇസ്തിആനത്ത്, സഹായതേട്ടം, വൽ ലുജൂഇ ഇലൈഹിം, അവരിലേക്ക് അഭയം തേടൽ. എന്തിന്? ഫീ ഖളാഇൽ ഹാജാതി, ഹാജത്തുകൾ നിറവേറുവാൻ വേണ്ടി. മിനൽ ഇൽറാർ ബി അഹദിൻ, ഒരാൾക്ക് ദ്രോഹം ഉണ്ടാക്കാനോ ഔ നഫ്ഇഹി, അല്ലെങ്കിൽ ഒരാൾക്ക് ഉപകാരമുണ്ടാക്കാനോ ജിന്നുകളോട് സഹായം തേടുക എന്നുള്ളത് ഷിർകുൻ ഫിൽ ഇബാദ, ആരാധനയിലുള്ള പങ്കുചേർക്കലാണ്. അത് ബഹുദൈവ വിശ്വാസമാണ് എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് അവർ രണ്ടായത്തുകൾ കൊടുക്കുക. ഒന്ന് നമ്മളിപ്പോൾ ഓതിയില്ലേ 72-ാം അധ്യായത്തിൽ 6-ാം സൂക്തം, വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹകാ. മറ്റൊന്ന് ലഇൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഈ രണ്ടായത്തുകൾ കൊടുക്കുക. എന്താ അതിൻ്റെ അർത്ഥം? നീ എങ്ങാനും പങ്കു ചേർത്താൽ, മുഹമ്മദ് നബിയോട് പറയാ, അള്ളാഹ് റസൂലിനോട് പറയാൻ, നീ എങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ലയഹ്ബതുന്ന അമലുക, നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരിൽ പെട്ടുപോകും. അപ്പോൾ ജിന്നിനോടുള്ള സഹായതേട്ടം, അത് ഹയ്യായാലും ഖാദിറായാലും ഹാദിറായാലും, അങ്ങനെയുള്ള ജിന്നാകട്ടെ മലക്കാകട്ടെ, അവരോടുള്ള തേട്ടം, അവരോടുള്ള സഹായ ചോദ്യങ്ങൾ, അത് അവർക്കുള്ള പ്രാർത്ഥനയാണ്, ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയോ? ഒരിക്കലുമില്ല. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഷിർക്കിന് ഫലമുണ്ട് എന്ന് വലിയൊരു മുസ്ലിയാർ പ്രസംഗിക്കണ്ടായി. ഇപ്പൊ ഈ സദസ്സിലുള്ള പലരും അത് കേട്ടിട്ടുണ്ടാകും, ഷിർക്കിന് ഫലമുണ്ടെന്ന്. എന്താ ഈ ഷിർക്ക്? കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയിട്ട് കാടാമ്പുഴ അമ്മേ രക്ഷിക്കണേ എന്ന് പറയുന്നത് എന്താ? ഷിർക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന് രാവിലെ കാടാമ്പുഴ മലപ്പുറം ജില്ലയിലെ ഒരു ക്ഷേത്രമാണ്. അവിടേക്ക് ബസ്സുണ്ട്. എന്തിനാണ് ആ ബസ്? അവിടേക്ക് പോകുന്ന കുറേ വിശ്വാസികൾക്ക് രാവിലെ പോയി അവിടെ തൊഴുത് നമസ്കരിക്കുവാനും നിവേദ്യങ്ങൾ സമർപ്പിക്കാനും ഒക്കെയാണ്. അപ്പം അതുപോലെ ഏത് ക്ഷേത്രമാവട്ടെ, അവിടെയൊക്കെ പോയിട്ട് കുട്ടികളില്ലാത്ത ആളുകൾക്ക് കുട്ടികളുണ്ടാകാനും, അതുപോലെ ഓരോ ആളുകളുടെ സങ്കടങ്ങൾ പരിഹരിക്കാൻ, ആഗ്രഹങ്ങൾ സഫലമാകാൻ, അതിനൊക്കെയാണ് അവിടെ പോകുന്നത്. അതെന്താണ്? ഷിർക്കാൻ. സംശയമില്ലല്ലോ. കാടാമ്പുഴ പോയാലും ഗുരുവായൂരിൽ പോയാലും ശബരിമല പോയാലും അത് ഷിർക്കാൻ. ഏതുപോലെ? മമ്പുറം ജാറത്തിൽ പോയാലും, ഓച്ചിറ ഉപ്പാപ്പയുടെ ജാറത്തിൽ പോയാലും, ഭീമാപ്പള്ളി ജാറത്തിൽ പോയാലും, CM വലിയുള്ള എന്ന് പറയുന്ന
ആ അദ്ദേഹത്തിന് മടവൂരുള്ള ജാറത്തിൽ പോയാലും ശരി, അതൊക്കെ എന്താണ്? ഷിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അപ്പോ ഈ ഗുരുവായൂരിൽ പോയിട്ട് ഒരാൾ തുലാഭാരം നടത്തുകയാണ്. ശ്രദ്ധിക്കുക, ഗുരുവായൂരിൽ പോയിട്ട് ഒരാൾ തുലാഭാരം നടത്തുന്നു. എന്താണ്? ഗുരുവായൂരപ്പനോടാണ് പ്രാർത്ഥന. അതിന് കൂലി കിട്ടുമോ? അതിന് പ്രതിഫലം കിട്ടുമോ? സഹോദരങ്ങൾ, നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. അത് ഷിർക്കാണല്ലോ. ഗുരുവായൂരിലോ കാടാമ്പുഴ എവിടെ പോയാലും അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ള, അല്ലെങ്കിൽ തുലാഭാരം നടത്തുക എന്നുള്ളത് എന്താണ്? അത് ഷിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അതിന് പ്രതിഫലനമുണ്ടോ? അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയോ? ഇല്ല. അത് വിശുദ്ധ ഖുർആൻ എത്രയോ ആയത്തുകളിൽ പറയുന്നുണ്ട്. അല്ലാഹു മാത്രമാണ് മുജീബുദ്ദഅവാത്ത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാരാ? ആരാണ് കൂട്ടരെ? അല്ലാഹു മാത്രം. അല്ലാഹുവിനെ പ്രാർത്ഥനക്കും ആരാധനക്കും ഉത്തരം ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാഹുവിന് പുറമെ ഒരു ശക്തിക്കും ഉത്തരം ചെയ്യാൻ കഴിയൂല. പരിശുദ്ധ ഖുർആനിന്റെ 36-ാം അധ്യായം 34-ാം അധ്യായം അതിൻ്റെ 13-14 സൂക്തങ്ങള്, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അല്ലാഹുവിന് പുറമെ അവര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ശക്തികളുണ്ടല്ലോ, മാ യംലികൂന, അവര് ഉടമപ്പെടുത്തുന്നില്ല, മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും, അതുപോലും അവർ ഉടമപ്പെടുത്തുന്നില്ല എന്നാണ്. അതായത് അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയൂല എന്നാണ് അല്ലാഹ് പറയാ, ആയത്തിൽ പറയാ. എന്നിട്ട് ഖുർആനാണ് ഞങ്ങളുടെ പ്രമാണം, ഹദീസും ഖുർആനും ഒക്കെയാണ് ഞങ്ങളുടെ പ്രമാണം, ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്, ഞങ്ങൾ സലഫികളാണ് എന്ന് പറയുന്ന ആളുകൾ എന്താ പറയുന്നത്? ശിർക്കിന് ഫലമുണ്ട് എന്ന്. അത് മാത്രല്ല അവർ പറഞ്ഞത്, ശിർക്കിന് ഫലമുണ്ട് എന്ന് പറഞ്ഞിട്ട് 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ കുല്ലൻ നുമിദ്ദു ഹൗലായി വഹൗലായി എന്ന് പറയുന്ന ആയത്ത് പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്തു. കാന്തപുരം ഞാൻ ആരെയും ആക്ഷേപിക്കല്ല, അദ്ദേഹമാണ് ശിർക്കിന് ഫലമുണ്ട് എന്നുള്ളതിന് വളരെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക എന്നുള്ള ആയത്ത് ഓതിയിട്ട് ദുർവ്യാഖ്യാനം നടത്തിയത്. അതേ രീതി പിന്തുടരുകയാണ് ഇന്ന് ചില ആളുകൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹ് മാത്രമാണ് പ്രാർത്ഥനക്കുത്തരം ചെയ്യുന്നവൻ, മുജീബുദ്ദഅവാത്ത്. വേറെ ഒരാൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. ഒരായത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട അതുപോലും ഉടമപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞല്ലോ. അടുത്ത ആയത്ത് പിടിച്ചോളൂ. ഇൻ തദ്ഊഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല. അവർ കേൾക്കൂല എന്നാണ്. വലൗ സമിഉ, ഇനി കേൾക്കും എന്ന് നമ്മൾ സങ്കൽപ്പിക്കുക. കേൾക്കൂല എന്ന് ഉറപ്പാണ്. കേൾക്കുമെന്ന് നമ്മൾ വെറുതെ സങ്കല്പിക്കുക. എന്നാൽ പോലും മസ്തജാബൂലക്കും, നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. അവരുത്തരം ചെയ്യൂല എന്ന് പറയാം. മസ്തജാബൂലക്കും. അപ്പൊ ശിർക്കിന് ഫലമില്ല എന്നാ. ഗുരുവായൂരപ്പനോട് തേടിയാൽ, കാടാമ്പുഴ അമ്മയോട് തേടിയാൽ, അതുപോലെ മഞ്ഞക്കുളം ജാറം അവിടെ പോയി തേടിയാൽ അവര് ഉത്തരം ചെയ്യൂല എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. മസ്തജാബൂലക്കും, അതായത് ഷിർക്കിന് ഫലമില്ല എന്ന്. ഇങ്ങനെ എത്രയെത്ര ആയത്തുകളിലാണ് അല്ലാഹു തആല പറയുന്നത്. വിശുദ്ധ ഖുർആന്റെ 13-ാം അധ്യായം സൂറത്തുർ റഅദ് അതിൻ്റെ 14-ാം സൂക്തം അല്ലാഹു തആല പറയാണ്, ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, അവർ ഒട്ടും ഉത്തരം ചെയ്യൂല എന്നാണ്. ഇങ്ങനെ എത്രയോ ആയത്തുകളുണ്ട്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളാണ് വളരെ വ്യക്തമായി കൊണ്ട് പറയാൻ ശിർക്കിന് ഫലമില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം
ഞാൻ നടേ സൂചിപ്പിച്ചില്ല ഈ കണ്ണേറിനെ കുറിച്ചൊക്കെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ഇപ്പം നമ്മൾ തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നറിയും, പല ആളുകളും അനങ്ങിയ മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ ഇങ്ങനെ പറയും. ഇത് എന്ന് വന്നതാ, എന്ന് വന്നതാണ് ഇങ്ങനെ മാഷാ അല്ലാ എന്ന് പറയല്. ഒരു തലയിൽ തട്ടടാത്തൊരു പെണ്ണ്, അവൾ റീൽസ് ഇറക്കുകയാണ്. അവൾക്കൊരു ഇസ്ലാമിയത്തൊന്നുമില്ല, പക്ഷെ അവളും തുടങ്ങുന്നത് മാഷാ അല്ലാ മാഷാ അല്ലാ എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങളാൽ എങ്ങനെയാണ് ഇത് സമൂഹത്തിൽ ഇങ്ങനെ വന്നത്? ഇത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മറ്റൊരു അന്ധവിശ്വാസമാണ്. അങ്ങനെ മാഷാ അല്ലാ എന്ന് പറയാൻ ഖുർആനോ ഹദീസോ പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഹദീസ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സമയദൈർഘ്യം പറയുന്നതുകൊണ്ട് അതിന് ചുരുക്കം പറയാം. മൻ റആ ഷൈഅൻ ഫഅജബഹു, ആരെങ്കിലും വല്ലതും കണ്ടു എന്നിട്ട് അതവനെ അത്ഭുതപ്പെടുത്തി, അവനെ അത് ഇഷ്ടമായി എന്ന് വിചാരിക്കുക. ഖാല മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അപ്പോ അവന് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ലം യളുർഹു, പിന്നെ അവന് ഒരു ദോഷം ഉണ്ടാകൂല എന്നാണ്. ഇതൊരു ഹദീസാണ് കേട്ടോ. പക്ഷേ ആ ഹദീസ് ഇമാം ബസ്സാർ ഉദ്ധരിച്ചതാണ് എന്ന് മാത്രമല്ല, മഹാനായിട്ടുള്ള ഇമാം ഹൈസമി ഹിജ്റ 807 വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള ഇമാം ഹൈസമി അദ്ദേഹത്തിൻ്റെ മജ്മഉ സവായിദ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു. അതിൻ്റെ സനദിൽ അബൂബക്കർ അൽ ഹുദലി എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം ലഈഫുൻ ജിദ്ദൻ, അങ്ങേയറ്റത്തെ ദുർബലനായ വ്യക്തിയാകുന്നു. അപ്പോൾ ഒരൊറ്റ ഹദീസിലും ഒരു നല്ല കാര്യം കണ്ടാൽ മാഷാ അല്ലാ എന്ന് പറയണമെന്നില്ല. ഇതിപ്പോൾ ഒരു കുട്ടി ഉത്തരം പറഞ്ഞാൽ മാഷാ അല്ലാ, എന്തിനും മാഷാ അല്ലാ, ഭക്ഷണം നന്നായാലും മാഷാ അല്ലാ. എന്താ നമ്മൾ പറയേണ്ടത്? ഒരു നന്മ കണ്ടാൽ എന്താ പറയേണ്ടത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചു. സഹീഹ് മുസ്ലിമിലെ 2577 വചനം കേട്ടോളൂ. ഫമൻ വജദ, ആരെങ്കിലും കണ്ടാൽ, ഫമൻ വജദ, അപ്പോൾ ആരെങ്കിലും കണ്ടാൽ, ഖൈറൻ, ഒരു നന്മ കണ്ടാൽ, വല്ല നന്മയും ആരെങ്കിലും കണ്ടാൽ, ഫൽയഹ്മദില്ലാ, അവൻ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാ എന്നാ പറയേണ്ടത്. നന്മ കണ്ടാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം, മാഷാ അല്ലാ എന്നല്ല. നബി അതാ പഠിപ്പിച്ചത്. നന്മ കണ്ടാൽ, ഇത് നിങ്ങൾക്ക് തന്നെ അർത്ഥം അറിയാലോ. ഫമൻ വജദ ഖൈറൻ, ആരെങ്കിലും ഒരു ഖൈർ കണ്ടാൽ ഫൽയഹ്മദില്ലാ, അവൻ അൽഹംദുലില്ലാ എന്ന് പറയട്ടെ. അപ്പൊ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും. ഖുർആനിൽ സൂറത്തുൽ കഹ്ഫില് വലൗലാ ഇദ്ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ആയത്തുണ്ടല്ലോ. ഈ ഒരു സംഗതി കേൾക്കുമ്പോഴേക്കേ കാള പെറ്റു എന്ന് പറയുമ്പോഴേ കയറെടുക്കാൻ പാടില്ല. അതെന്ത് ഏതെന്നൊക്കെ അന്വേഷിക്കണം. ചുരുക്കത്തിൽ പറയാം, അതാരോട് പറയുന്നതാ? മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. വഹുവ തൗബീഹുൻ, അത് അദ്ദേഹത്തെ ആക്ഷേപിക്കലാണ്. ആ തോട്ടങ്ങളുടെ ഉടമസ്ഥനായിട്ടുള്ള സത്യനിഷേധിയായിട്ടുള്ള വ്യക്തി ആക്ഷേപിക്കലാണ്. വസിയ്യത്തുൻ, അതുപോലെ തന്നെ ഒരു സ്നേഹോപദേശമാണ്. മിനൽ മുഅ്മിനിൽ കാഫിരി, സത്യവിശ്വാസിയിൽ നിന്ന് സത്യനിഷേധിക്കുള്ളതായ വറദ്ദുൻ അലൈഹി, അതുപോലെ അദ്ദേഹത്തിനുള്ള മറുപടിയുമാണ് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറയാനുള്ളത് എന്താ? അത് ഒരു നന്മ കണ്ടാൽ മാഷാ അല്ലാ എന്ന് പറയാനുള്ള തെളിവല്ല എന്നാണ് മഹാനായ സ്വാലിഹ് അൽ മുനജ്ജിദ് രേഖപ്പെടുത്തുകയുണ്ടായി. കേട്ടോളൂ. അമ്മൽ ആയതു വഹിയ ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വചനമായിട്ടുള്ള ഈ ആയത്തുണ്ടല്ലോ, വലൗലാ ഇദ്ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാ എന്നുള്ള ആയത്ത്, ഫലാ തസ്ഹു ലിൽ ഇസ്തിദ്ലാലി, അത് തെളിവ് പിടിക്കുന്നത് ശരിയല്ല. ഇതിന് ഇത് ലാ അലാഖത ലിൽ ഹസദി ബിൽ മൗളൂഅ്,
അവിടെ ഇങ്ങനെ അസൂയയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല അതിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ വിഷയം വേറെയാണ്. വഇന്നമാ അഹ്ലകല്ലാഹു ജന്നതൈഹി ബിസബബി കുഫ്രിഹി വതുഗ്യാനിഹി. ആ തോട്ടങ്ങൾ അല്ലാഹു തആല നശിപ്പിച്ചത് എന്തുകൊണ്ടാ? അവരുടെ കുഫർ കൊണ്ടാണെന്നാണ്. ആ മനുഷ്യന്റെ കുഫർ കൊണ്ടാണെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാദം ഉണ്ടായിരുന്നു. എന്താ വാദം? എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതുണ്ടായതെന്ന്. അങ്ങനെയല്ല, അത് അള്ളാൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് പഠിപ്പിക്കുകയാണ് അവിടെ. അതല്ല, കണ്ണീർ തട്ടാതിരിക്കാൻ നീ ഇത് പറയണമെന്ന് അവിടെ പഠിപ്പിക്കുന്നതല്ല. അതല്ല ഇവിടുത്തെ വിഷയം എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറയാൻ, ഖുർആനിലോ ഹദീസിലോ മാഷാ അല്ലാ എന്ന് അങ്ങനെ പറയാൻ ഒരു തെളിവില്ല. ഉള്ളതെന്താ? നന്മ കണ്ടാൽ അൽഹംദുലില്ലാ എന്ന് പറയലാകുന്നു. സഹോദരങ്ങളെ, പിന്നെ ഒരു സംഗതി കൂടെ പറഞ്ഞു നിർത്തട്ടെ. നിങ്ങൾ നോക്കൂ, നമ്മളെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളുണ്ടാകും. നമുക്ക് സഹിക്കാൻ കഴിയുന്നതും സഹിക്കാൻ കഴിയാത്തതുമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും കൂടോത്രം ചെയ്തതാണ്, മാരണം ചെയ്തതാണ്, കണ്ണേറ് ചെയ്തതാണെന്നും അങ്ങനെ വിചാരിക്കരുത്. അതുകൊണ്ടൊന്നും സംഭവിക്കൂല. ഒരു കോഴിമുട്ടയിൽ കള്ളികൾ വരച്ചിട്ട് അതിൽ അൽഫും പാവും താവും ഒക്കെ എഴുതിയിട്ട് അത് നമ്മളെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആട്ടിൻതലയിലോ കോഴിത്തലയിലോ ഒക്കെ പിന്നെ ഇത് ചെയ്തിട്ട് പിന്നെ അതൊരു കുറച്ച് അലറിപ്പൂവും ചെമ്പരത്തിപ്പൂവും അരിയും മലരും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് ദോഷം ഉണ്ടാകുന്നതാണോ? ഇതാണോ നിങ്ങൾ ഖുർആനിൽ പഠിച്ചത്? അല്ലാഹു തആല ഖുർആനിൽ പറയാൻ, എല്ലാ സഹോദരങ്ങളും നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതി വെക്കുക. ഹൃദയങ്ങളിൽ എഴുതി വെക്കുന്നത് എന്താ? ഒരു ദ്രോഹം, വിഷമം അല്ലാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പക്ഷം ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവാ, അത് പരിഹരിക്കുന്നവനായി അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല. വയ്യംസസ്ക ബിഖൈരിൻ, ആ നന്മയാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത് എങ്കിലോ അത് തടുക്കാനും ആരുമില്ല. ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ സർവശക്തനാണ്. സഹോദരങ്ങളെ, നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ടാണ്. അത് അള്ളാഹു വിധിച്ചതാണ്. ആ നന്മയും തിന്മയും വരുമ്പോൾ, തിന്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമ പാലിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. നന്മ വന്നാലോ നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് വിനീതനായിക്കൊണ്ട് മുന്നോട്ട് പോകുക. അതാണ് വേണ്ടത്. അതല്ലാതെ ആരെങ്കിലും ചെയ്തത് എന്നുള്ളതല്ല. അങ്ങനെ ചെയ്യാൻ കഴിയൂല. ചില ആളുകൾ പറയുന്നത് മുഹമ്മദ് നബിക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. മുഹമ്മദ് നബിയുടെ സമനില തെറ്റി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പറയുന്നത് എന്തോ എവിടെ പോയിന്നോ ഏത് ബാലിയുടെ അടുത്ത് പോയി ഒന്നും നിശ്ചയമില്ലാത്ത അവസ്ഥയാണെന്നാ, മെന്റലായി എന്നാ പറയുന്നത്. അള്ളാഹ് അതിന് മറുപടി കൊടുത്തു, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, നിന്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് നീ ഭ്രാന്തനല്ല എന്നുള്ളതാണ്. സമയം വളരെ വൈകിട്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ഒട്ടേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ വിധിയിലുള്ള വിശ്വാസം ഉണ്ടല്ലോ ഒരു കാര്യം. ഈ ലോകത്ത് നിങ്ങൾ നോക്കൂ, ഒരു കൂരിരുട്ടിൽ ഒരു കരിമ്പാറയിൽ ഒരു കറുത്ത ഉറുമ്പ് അരിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ വിധിപ്രകാരമാണ്. നമ്മുടെ വീട്ടിലെ ഒരു വലിയ വൃക്ഷത്തിൻ്റെ ഒരു ഇല അത് വീഴുന്നത് അള്ളാഹിൻ്റെ വിധിപ്രകാരമാണ്. ഈ ലോകത്ത് എന്തും നടക്കുന്നത് അള്ളാഹുവിൻ്റെ വിധിപ്രകാരമാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, മനസ്സിലായോ? അങ്ങനെ കൂടോത്രം ചെയ്തുകൊണ്ടും മാരണം ചെയ്തുകൊണ്ടൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമുക്കെതിരെ ചെയ്തൂടെ? എന്താ ചെയ്യാൻ കഴിയാത്തത്? അവർക്കറിയാം അതുകൊണ്ട് ചെയ്യാൻ കഴിയൂല എന്നുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ എത്ര പുഴകളുണ്ട്. ആ പുഴകൾ അതിലെ വെള്ളം ഉപയോഗിച്ച് പെട്രോളായിക്കൂടെ? എത്ര മലകളുണ്ട്. ഹിമാലയൻ നിങ്ങൾ കേട്ടില്ലേ? ഹിമാലയം, അതൊക്കെ സ്വർണ്ണാക്കിക്കൂടെ? അപ്പോൾ കഴിയൂല. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ വിധിയിലുള്ള വിശ്വാസം അത് ശരിക്കും പഠിക്കണ്ട. അതുകൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് ചെയ്യും? എന്ത് പ്രശ്നം വന്നാലും ക്ഷമിക്കാൻ കഴിയും. ആരെങ്കിലും ചെയ്തതാണ് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാകൂല.
അല്ല തന്നതാണ് എന്നുള്ള ബോധമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.